നമസ്കാരം, എല്ലാവർക്കും കാർഡ്സ് ഓഫ് ക്ഷിതിയിലേക്ക് സ്വാഗതം. നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പ്രണയം തകർത്തത് ആരാണെന്നും നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥയാണ് നോക്കാൻ പോകുന്നത്. The Chariot, Page of Swords, Tower, Five of Swords, Six of Wands, Queen of Cups, Ace of Pentacles, Six of Wands, Nine of Cups, Ace of Cups, the Empress, Seven of Cups, Three of Pentacles. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജെൻഡർലെസ് ആണ്. എപ്പോൾ നിങ്ങൾ കാണണം അപ്പോൾ മുതൽ വാലിഡ് ആവുന്നതായിരിക്കും. റെസണേറ്റ് ആവാത്തവർ സ്കിപ്പ് ചെയ്ത് പോയേക്കുക. റെസണേറ്റ് ആവുന്നവർ പോസിറ്റീവ് സൈഡ് മാത്രം എടുക്കുക, നെഗറ്റീവ്സിനെ വിട്ടേക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ എനർജി ആയിട്ട് കൂടുതൽ കണക്റ്റ് ആകാൻ പറ്റും. ഇനി വരുന്ന റീഡിങ്ങിലേക്ക് നിങ്ങളുടെ എനർജിയും കടന്നു വരും. നമുക്ക് കിട്ടിയിരിക്കുന്ന സ്പ്രെഡ് ഇതാണ്. നിങ്ങളുടെ പ്രണയം തകർത്തത് ആര്, നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നാണ് നമ്മൾ നോക്കിയത്. നിങ്ങളെ പ്രണയം തകർത്തത് മറ്റുള്ളവരെ വാക്കുകളാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ മറ്റുള്ളവരെ കേൾക്കേണ്ടി വന്നതുകൊണ്ട് മാത്രമാണ് നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പ് ദയനീയമായ രീതിയിൽ തകർന്നു പോയിട്ടുള്ളത്. മറ്റുള്ളവർ ഇതിൽ നല്ലവണ്ണം ഇടപെട്ടിട്ടുണ്ട്. ഒന്നുകിൽ ഫാമിലി ആയിരിക്കാം, പുറമേയുള്ള പല വ്യക്തികളുടെയും ഇടപെടലാണ് നിങ്ങളുടെ ഈ ജീവിതത്തിൽ, പ്രണയ ജീവിതത്തിൽ തകർച്ച സംഭവിച്ചിരിക്കുന്നത്. മിക്കവരും വിവാഹ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നവരായിരിക്കാം. അങ്ങനെയുള്ളവരാണെങ്കിൽ അവരുടെ ഫാമിലി ആയിരിക്കാം അതിൽ കൂടുതലും ഇൻവോൾവ്ഡ് ആയിട്ടുള്ളത്. ഫാമിലിയിലുള്ള ആളുകൾ പലതും പറഞ്ഞ് അല്ലെങ്കിൽ പല കാര്യങ്ങളും ചെയ്ത് അങ്ങനെ ഒരു അകൽച്ച നിങ്ങളുടെ ലൈഫിലേക്ക് വരികയും പിന്നീട് അത് കൂടുതൽ പ്രോബ്ലത്തിലേക്ക് പോവുകയും നിങ്ങളിപ്പോൾ സെപ്പറേഷനിൽ എത്തുകയും വരെ ചെയ്തിട്ടുള്ളത് അങ്ങനെയാണ്. നിങ്ങൾ പരസ്പരം വളരെ നല്ല സ്നേഹത്തോടു കൂടി പോകാൻ ആഗ്രഹിച്ചിരുന്നതും പരസ്പരം നല്ല സ്നേഹത്തോടു കൂടി പോകുന്ന വ്യക്തികളാണ്. പല കാര്യങ്ങളും നിങ്ങൾക്കും നിങ്ങളുടെ വ്യക്തിയുടെ ഫാമിലിയൊക്കെ ആയിട്ട് യോജിച്ച് പോകാനായിട്ട് നിങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ അവർ നിങ്ങളുടെ ലൈഫിലേക്ക് ഇടപെട്ടപ്പോൾ അതും നിങ്ങൾക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ആവുകയും അത് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് വഴിതെളിയിക്കുകയും നിങ്ങൾ ഒരു ബ്രേക്കപ്പ് അല്ലെങ്കിൽ ഒരു ഡിവോഴ്സ് അങ്ങനെയൊക്കെയുള്ളൊരു കാര്യത്തിലേക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പ് പോയിട്ടുണ്ട്. നിങ്ങൾ വിവാഹം കഴിഞ്ഞ വ്യക്തികളാണെങ്കിൽ നിങ്ങളൊരു ഡിവോഴ്സിലോ അല്ലെങ്കിൽ ഒരു പ്രണയ ജീവിതത്തിലാണെങ്കിൽ നിങ്ങൾ ബ്രേക്കപ്പ് പോലുള്ള കാര്യങ്ങളിലേക്കോ പോയിട്ടുണ്ട്. ഒരുപക്ഷെ നിങ്ങളെ വിവാഹമൊക്കെ നിശ്ചയിച്ച ആൾക്കാരായിരിക്കാം. അങ്ങനെയാണെങ്കിലും ഈ ഫാമിലിയുടെയൊക്കെ ഇടപെടൽ മൂലം ഒരു പ്രശ്നങ്ങളൊക്കെ അധികരിക്കും. അങ്ങനെ ഈ റിലേഷൻഷിപ്പ് കട്ടാവുകയും ചെയ്തിട്ടുള്ള ആൾക്കാരായിരിക്കാം. ശരിക്കും ആ വ്യക്തികൾക്ക്, നിങ്ങളുടെ ഇടയിലേക്ക് വന്ന ആ വ്യക്തികൾക്ക് നിങ്ങളെ വേദനിപ്പിച്ച് അവരൊരു സന്തോഷം കണ്ടെത്തുകയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്കൊരു സന്തോഷം തരാതെ നിങ്ങളുടെ പ്രൈവസിയിലേക്ക് കടന്നിട്ട് നിങ്ങളുടെ സന്തോഷത്തിനെയൊക്കെ ഉപദ്രവിച്ച് നിങ്ങളുടെ സന്തോഷത്തിനെയൊക്കെ തകർത്തിട്ട് അവർ അങ്ങനെ ഒരു സന്തോഷം കണ്ടെത്തുന്ന വ്യക്തികളാണ് നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പ് തകർക്കാനുള്ള കാരണമായിട്ട് വന്നിട്ടുള്ള വ്യക്തികൾ. അവർ ആ കാര്യത്തിൽ വളരെ നന്നായിട്ട് വിജയിച്ചു പോയി എന്നാണ് പറയുന്നത്. അവർ ആ ചെയ്യുന്ന കാര്യത്തിൽ അവർ എന്താണോ തീരുമാനിച്ചത്, നിങ്ങളെ അകറ്റാൻ വേണ്ടി തീരുമാനിച്ചിട്ട് അവർ ഇറങ്ങിത്തിരിച്ചപ്പോൾ ആ കാര്യത്തിൽ ആ വ്യക്തികൾ വിജയം കണ്ടു എന്നാണ് പറയുന്നത്. അത് ഒരുപക്ഷെ നിങ്ങളുടെ വ്യക്തിയുടെയോ നിങ്ങളുടെയോ അല്ലെങ്കിൽ നിങ്ങൾ നന്നായി അറിയുന്ന വ്യക്തികളൊക്കെയാണ് നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനെ ഒരു പ്രശ്നങ്ങൾ കൊണ്ടുവരികയും നിങ്ങളെ തമ്മിൽ അകറ്റുകയും ചെയ്തിട്ടുള്ളത്. ഫാമിലികളായിരിക്കാം, സുഹൃത്തുക്കളായിരിക്കാം, അങ്ങനെയുള്ള ആളുകളാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു തകർച്ച കൊണ്ടുവന്നിരുന്നിട്ടുള്ളത്. അവർ നിങ്ങളോട് അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിയുടെ കുടുംബമാണെങ്കിൽ ആ വ്യക്തിയോട് വളരെ കെയറിങ്ങും സ്നേഹമൊക്കെ കാണിച്ചിട്ട് നിങ്ങളെ അകറ്റി നിർത്തി അല്ലെങ്കിൽ നിങ്ങളിൽ നിന്നിട്ടൊക്കെ ആ വ്യക്തിയെ മാറ്റാനായിട്ട് വേണ്ടി പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അത് അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി നിങ്ങളോട് സ്നേഹം കാണിച്ചിട്ട് ആ വ്യക്തിയിൽ നിന്ന് നിങ്ങളെ അകറ്റിയിട്ടുണ്ട്. അങ്ങനെ ഒരു സാഹചര്യവും ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളെന്തായാലും രണ്ടുപേരെയും ഈ റിലേഷൻഷിപ്പിൽ നിന്നിട്ട് പരമാവധി അകറ്റാനുള്ള തന്ത്രങ്ങൾ
കാര്യങ്ങളൊക്കെ മറ്റുള്ളവർ ചെയ്തിട്ട് നിങ്ങൾ അകന്ന് പോയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ആ വ്യക്തിയാണെങ്കിൽ ഇപ്പോൾ വളരെയധികം സ്നേഹത്തോടു കൂടി തന്നെ, ആദ്യമേയുള്ള സ്നേഹത്തോടു കൂടി തന്നെ നിങ്ങളിലേക്ക് വരാൻ സാധിക്കാതെ അത് വിഷമത്തോടു കൂടി നിങ്ങളെ വളരെ നല്ല രീതിയിലാണ് സ്നേഹിക്കുന്നത്. നിങ്ങളല്ലാതെ ആ വ്യക്തിയുടെ മനസ്സിലോ നിങ്ങളുടെ മനസ്സിൽ ആ വ്യക്തിയുമല്ലാതെ മറ്റാർക്കും സ്ഥാനമില്ല. അതായത് മറ്റൊരാളെ സങ്കല്പിക്കാൻ സാധിക്കാത്ത വിധം നിങ്ങൾ പരസ്പരം മാനസികമായിട്ട് വളരെ അടുത്ത് പോയിട്ടുള്ള വ്യക്തികളാണ്. നിങ്ങൾ ഭാര്യ ഭർത്തൃ ബന്ധമാണെങ്കിൽ പോലും മറ്റുള്ളവർക്ക് അകറ്റാൻ സാധിച്ചെങ്കിലും മാനസികമായിട്ട് നിങ്ങൾ അകറ്റാനോ അല്ലെങ്കിൽ അവരുടെ ആ ഒരു പ്ലേസിലേക്ക് മറ്റൊരു വ്യക്തിയെ ചേർത്ത് വയ്ക്കാനോ കഴിയാതെ നിൽക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ. ഇപ്പോഴും മറ്റൊരു റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ഒരു വിവാഹത്തെക്കുറിച്ചിട്ടോ ഒന്നും നിങ്ങൾ ഇപ്പോഴും ഒരു തീരുമാനം നിങ്ങൾ രണ്ടുപേർക്കും എടുക്കാൻ സാധിക്കാത്ത വിധം അത്രയും നിങ്ങളുടെ ഉള്ളുകൊണ്ട് നിങ്ങൾ സ്നേഹിക്കുന്നുണ്ട്. ഈ ഒരു പ്രശ്നങ്ങൾ ഇല്ലായിരുന്നെങ്കിൽ നിങ്ങൾ വളരെ നല്ല രീതിയിൽ നിങ്ങളുടെ ലൈഫ് മുന്നോട്ട് പോകുമായിരുന്നെന്ന് നിങ്ങൾ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ട്. നിങ്ങളുടെ പാർട്ട്ണറും അങ്ങനെ തന്നെയാണ്, ആ വ്യക്തിയും വിശ്വസിക്കുന്നത് അങ്ങനെ തന്നെയാണ്. കാരണം മറ്റുള്ളവർ നിങ്ങൾക്കിടയിലേക്ക് പ്രശ്നങ്ങളുമായിട്ട് വന്നില്ലായിരുന്നു എങ്കിൽ നിങ്ങൾ വളരെ സന്തോഷകരമായൊരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ടവരാണ് എന്ന് ആ വ്യക്തിക്കും നന്നായിട്ട് അറിയാം. വളരെ സന്തോഷത്തോടുകൂടിയുള്ള ഒരു ജീവിതം നിങ്ങൾക്ക് മുന്നിലുണ്ടായിരുന്നു. അത് മറ്റുള്ളവരാൽ തകർക്കപ്പെട്ടു എന്ന് ആ വ്യക്തിയും മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങളും ഏറെക്കുറെ അതൊക്കെ മനസ്സിലാക്കുന്നുണ്ട്. അവർക്കും നിങ്ങൾക്കും ഒരുപാട് മറ്റുള്ള ഓഫറുകൾ, അതായത് മറ്റുള്ള കാര്യങ്ങൾ, മറ്റുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കാം, വിവാഹാലോചനകളായിരിക്കാം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വേറെ വരുന്നുണ്ട്. പക്ഷേ ഇതൊന്നും നിങ്ങൾക്ക് ശ്രദ്ധിക്കാനോ അതിലേക്ക് നോക്കാനോ സാധിക്കുന്നില്ല. ഒന്നുകിൽ നിങ്ങൾക്ക് ഈ കഴിഞ്ഞു പോയ ആ ട്രോമയിൽ നിന്നിട്ട് നിങ്ങൾ പൂർണ്ണമായിട്ടും നിങ്ങൾക്ക് പോരാൻ സാധിച്ചിട്ടില്ല. ഡിവോഴ്സ് ആണെങ്കിൽ പോലും നിങ്ങൾക്ക് ആ ഒരു ട്രോമയിലാണ് നിങ്ങൾ ഇപ്പോഴും നിൽക്കുന്നത്. ബ്രേക്കപ്പ് ആണെങ്കിലും ആ ഒരു ട്രോമ അതിലാണ് നിങ്ങളിപ്പോഴും നിൽക്കുന്നത്. വേറെ എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നാലും നിങ്ങൾക്കതൊന്നും ആക്സെപ്റ്റ് ചെയ്യാനോ നിങ്ങളുടെ ആ പേഴ്സണ് ആക്സെപ്റ്റ് ചെയ്യാനോ സാധിക്കാത്ത ഒരവസ്ഥയിലൂടെയാണ് പോകുന്നത്. ഇനിയും എന്തായിരിക്കും സംഭവിക്കുക എന്നറിയാത്ത ഒരു കൺഫ്യൂഷൻ നിങ്ങളുടെ രണ്ടുപേരുടെ ലൈഫിലുണ്ട്. ഒരു ലൈഫിൽ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, അത് ഇതുപോലെ മറ്റുള്ളവരാൽ നിങ്ങൾ വേദനിക്കപ്പെട്ടതിൽ നിങ്ങളും ആ പേഴ്സണും വളരെ വേദനിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇനി എന്ത് വന്നാലും അത് തിരഞ്ഞെടുക്കാൻ വളരെ ഭയമാണ് നിങ്ങൾക്ക് രണ്ടുപേർക്കും, വളരെ ഭയമാണ്. മറ്റുള്ളവർ വന്നിട്ട് ഉപദേശങ്ങളും കാര്യങ്ങളൊക്കെ തരുമ്പോഴും നിങ്ങളിപ്പോൾ അവിടെ പകച്ചു നിൽക്കുന്ന ഒരു അവസ്ഥയിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. പുതിയൊരു ലൈഫ് തുടങ്ങാനൊക്കെ വളരെ ഭയമോ അല്ലെങ്കിൽ അങ്ങനെ തുടങ്ങാൻ സാധിക്കാത്ത മാനസികാവസ്ഥ, മറ്റൊരാളെ റിപ്ലേസ് ചെയ്യാൻ സാധിക്കാത്ത ഒരവസ്ഥയിലൂടെയൊക്കെയാണ് നിങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. മറ്റുള്ളവരെ വളരെ വേഗത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യത്തിൽ ഇപ്പോഴും വളരെയധികം ഇടപെട്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. നിങ്ങൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും നിങ്ങളുടെ റിലേഷൻഷിപ്പിലായാലും നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത കാര്യങ്ങൾ, നിങ്ങൾ പരസ്പരം സ്നേഹിച്ച കാര്യങ്ങളെല്ലാം പരസ്പരം ഓർക്കുമ്പോൾ വളരെ നഷ്ടബോധമാണ് നിങ്ങൾക്ക് രണ്ടുപേർക്കും തോന്നുന്നത്. വളരെ പെയിൻഫുൾ ആയിട്ടുള്ള നിങ്ങളുടെ ആ ഒരു ലൈഫിൽ, നിങ്ങളുടെ ഇതിൽ നിങ്ങൾ വളരെ വേദനാജനകമായിട്ട് ഒരു ഡെത്ത് ആൻഡ് റീബർത്ത് എന്ന് പറയില്ലേ, നിങ്ങൾ ആ ഒരു ഡെത്ത് സിറ്റുവേഷനിൽ കൂടിയാണ് ഇപ്പോൾ പോണത്. അതൊരു റീബർത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഉയർത്തെഴുന്നേൽപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു വേദനയാണ് നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു പ്യൂപ്പ ബട്ടർഫ്ലൈ ആവുന്ന പോലെയുള്ള ഒരവസ്ഥയാണ് നിങ്ങളുടെ ലൈഫിലൂടെ ഇപ്പോൾ കടന്നു പോകുന്നത്. നിങ്ങൾ തീർച്ചയായിട്ടും ഉയരങ്ങളിലേക്ക് എത്തുക തന്നെ ചെയ്യും. നിങ്ങളുടെ ലൈഫിൽ ഈ പ്രശ്നങ്ങളെല്ലാം മാറി നിങ്ങൾ നല്ല രീതിയിൽ പോകാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. പക്ഷേ ഈ ഒരു ഘട്ടം നിങ്ങൾ ഫേസ് ചെയ്തിട്ടേ മതിയാവുള്ളൂ എന്നാണ് പറയുന്നത്. നിങ്ങളുടെ വിധിയിലുള്ളതാണ്. നിങ്ങൾ ഈ ഒരു സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ രണ്ടുപേരും ഫേസ് ചെയ്തിട്ട് നിങ്ങളെ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് എന്നാണ് നിങ്ങൾക്കൊരു പാഠമായിട്ട്, നിങ്ങളുടെ ലൈഫ് ലെസണായിട്ടാണ് ഇപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നിരിക്കുന്നത്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങളിപ്പോഴും മറ്റുള്ളവർ പലതും പറഞ്ഞ് രണ്ടുപേർക്കും പലതും പറഞ്ഞ് ഈ സാഹചര്യത്തിലും നിങ്ങളുടെ മനസ്സിനെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. നിങ്ങളുടെ മനസ്സിന് നിങ്ങൾ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ ഒന്ന് ഫൈറ്റ് ചെയ്യേണ്ടി വരുന്ന രീതിയിലൊക്കെ മറ്റുള്ളവർ നിങ്ങളോട് സംസാരിക്കുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് മറ്റുള്ള റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ടൊക്കെ വീട്ടുകാർ നിർബന്ധിക്കുന്നതൊക്കെ ആയിരിക്കാം. അത് നിങ്ങളുടെ മനസ്സിനെ അത് വളരെയധികം വേദനിപ്പിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കാതെ നിങ്ങളുടെ ഫാമിലിയോ അല്ലെങ്കിൽ സുഹൃത്തുക്കളോ ബന്ധുക്കളൊക്കെ ആയിട്ട് നിങ്ങളെ ഫോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഫോഴ്സ് ചെയ്യുമ്പോൾ നിങ്ങൾ മെൻ്റലി കൂടുതൽ വേദനിക്കുന്നു. നിങ്ങൾക്കതിൽ നിന്നിട്ട് പുറത്ത് കടക്കാൻ നിങ്ങൾ ശ്രമിക്കും തോറും നിങ്ങൾക്ക് വേദനയാണ്
പുറമെ നിന്നുള്ള ആളുകൾ അല്ലെങ്കിൽ ഫാമിലിയിൽ നിന്നിട്ടുള്ള ആളുകൾ നിങ്ങൾക്ക് തരുന്നത് ആ പേഴ്സണും അതുപോലെ തന്നെയാണ് ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടേയിരിക്കുന്നത്. അത് നിന്നിട്ട് പുറത്ത് കടക്കാനായിട്ട് സമയമായിട്ടില്ല എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾക്ക് നല്ലൊരു ഫ്യൂച്ചർ, നിങ്ങൾ ഓവറോൾ എനർജി ദ സണ്ണാണ് കിട്ടിയിരിക്കുന്നത്. നല്ലൊരു ബ്രൈറ്റ് ആയിട്ടുള്ള സന്തോഷകരമായിട്ടുള്ള ഒരു ഫ്യൂച്ചർ നിങ്ങൾക്ക് ഉണ്ടാവും എന്നാണ് പറയുന്നത്. ഇത് ചില സാഹചര്യങ്ങളിൽ കുറച്ച് നാൾ കഴിയുമ്പോൾ നിങ്ങൾ ഒരു നല്ലൊരു തീരുമാനം നിങ്ങളുടെ ലൈഫിൽ എടുത്ത് മുന്നോട്ട് പോകാനായിട്ടുള്ള സാഹചര്യങ്ങളും കാണുന്നുണ്ട്. എന്താണ് നിങ്ങളോട് ഏഞ്ചൽസിന് പറയാനുള്ളതെന്ന് നോക്കാം. നിങ്ങളുടെ ഇപ്പോഴത്തെ ലൈഫിൽ നിങ്ങളുടെ ഈ പ്രശ്നങ്ങളൊക്കെ, ഇപ്പോൾ നിങ്ങൾ നേരിടുന്ന ഈ ഡെത്ത് സിറ്റുവേഷനൊക്കെ നിങ്ങളിൽ നിന്നിട്ട്, ഈ കോൺഫ്ലിക്റ്റും ഡെത്തൊക്കെ നിങ്ങളിൽ നിന്നിട്ട് ഏത് സമയത്ത് മാറും എന്നറിയാം, അല്ലെങ്കിൽ ഇതിനൊരു പരിഹാരം, അല്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ ലൈഫിലേക്ക് യൂണിവേഴ്സ് തരുന്നത്, ഏഞ്ചൽസ് നൽകുന്നതൊക്കെയാണ്. ദെയർ ഈസ് സംതിങ് ബെറ്റർ. ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഈ കഴിഞ്ഞു പോയ കാര്യങ്ങളിലേക്കാളൊക്കെ വളരെ നല്ലതായിട്ടുള്ള ഒരു കാര്യം ഏഞ്ചൽസ് നിങ്ങൾക്ക് നൽകാൻ ആഗ്രഹിക്കുന്നു എന്നാണ് പറയുന്നത്. ചിലർക്ക് അതൊരു കോംപ്രമൈസിലൂടെ പഴയ റിലേഷൻഷിപ്പ് തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് വരാനുള്ള സാഹചര്യമുണ്ട്. ലിസൺ ടു യുവർ ഇൻറ്റ്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ചിലരോട് പറയുന്നത്, ഒരു തീരുമാനം എടുക്കുമ്പോൾ നിങ്ങളുടെ ഇൻറ്റ്യൂഷനോട് ചോദിക്കുക. അതായത് നിങ്ങൾ മെഡിറ്റേഷനൊക്കെ ചെയ്തിട്ട് നിങ്ങളെ ഇൻറ്റ്യൂഷൻ എന്താണോ പറയുന്നത്, നിങ്ങൾക്ക് റിലേഷൻഷിപ്പിൽ ഇനിയും ആ റിലേഷൻഷിപ്പിൽ തുടരണമോ അല്ലെങ്കിൽ പുതിയൊരു ലൈഫ് വേണമോ എന്നൊക്കെ നിങ്ങളൊന്ന് മെഡിറ്റേഷനൊക്കെ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ പറയും എന്താണ് നിങ്ങൾ ചെയ്യേണ്ടതെന്നുള്ളത്. ആ ഒരു തീരുമാനം നിങ്ങളെ നിങ്ങളുടെ ലൈഫിൽ എടുക്കാമെന്നാണ് ഏഞ്ചൽസ് പറയുന്നത്.